പാണ്ഡവരുടെ വീട്ടിലേക്ക് ഒരു പുഷ്പം വന്നിരുന്നു. അത് നല്ല മനോഹരമായിരുന്നു. ഇത് കണ്ടപ്പോൾ ദ്രൗപദിക്ക് ആ പുഷ്പം കൂടുതൽ വേണമെന്ന് ആഗ്രഹിച്ചു. ദ്രൗപദിയോട് തൻ്റെ ഭർത്താവായ ഭീമൻ പറയുകയാണ്, ദ്രൗപദി എന്താണ് നീ ആലോചിക്കണം? അപ്പം ദ്രൗപദി പറഞ്ഞു, ഇങ്ങനത്തെ പുഷ്പങ്ങൾ കൂടുതൽ എനിക്ക് കിട്ടിയാൽ ഞാൻ ഈ പുഷ്പങ്ങളും കൊണ്ട് എനിക്ക് നല്ല ഭംഗിയും സൗന്ദര്യവും കൂടും എന്ന് പറഞ്ഞു. അപ്പോൾ ഭീമൻ ഭാര്യയല്ലേ എന്ന് വിചാരിച്ചിട്ട് പൂക്കൾ പറിച്ചെടുക്കാൻ വേണ്ടി പോയി. കുതിരപ്പുറത്ത് ഇങ്ങനെ ഇരുന്ന് പുടും 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 എന്ന് പറഞ്ഞിട്ട് കാടും പട്ടണവും ഗുഹയും നദിയും ഒക്കെ കടന്ന് അവൻ ഹനുമാന്റെ കാട്ടിലെത്തി. നിങ്ങൾക്ക് അറിയോ ആരാ ഹനുമാൻ എന്ന്? ഹനുമാനാണ് ലോകത്തെ അല്ല, ഹിന്ദുയിസത്തിലെ ഏറ്റവും ശക്തിശാലിയായ ദൈവം. ഇങ്ങനെയൊക്കെയോ. അപ്പോൾ ഹനുമാന്റെ കാട്ടിലെത്തിയ ഭീമൻ ആ പൂക്കൾ അന്വേഷിച്ച് ഇങ്ങനെ തപ്പിത്തിറങ്ങി നോക്കുമായിരുന്നു. അപ്പോൾ ഭീമനെ കണ്ട ഭീമൻ ആരാണെന്ന് മനസ്സിലായി. ഒരു പ്രൗഡ് ഗായാണെന്ന് മനസ്സിലായി. എപ്പോഴും പ്രൗഡ് മീൻസ് അവൻ്റെ ശക്തിയോട് കൂടിയാണ് അവൻ പ്രൗഡായത്. അവൻ വിചാരിച്ചു ബാക്കിയുള്ളവർക്കൊന്നും ഒരു ശക്തിയില്ല, എനിക്കാണ് ശക്തി ഉള്ളത് കൂടുതൽ, ഞാനാണ് വീരൻ എന്നൊക്കെ പറഞ്ഞ് അവൻ്റെ ആഗ്രഹം. അപ്പോൾ ഹനുമാൻ ഭീമനെ പാഠം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ക്ഷീണിച്ച് കുരങ്ങൻ്റെ വേഷത്തിൽ ഇങ്ങനെ വന്ന് ഭീമൻ്റെ വഴിയിലിരുന്നു ഇങ്ങനെ. അപ്പോൾ ഭീമൻ വിചാരിച്ച് ഈ കുരങ്ങൻ എന്നെ വഴി മാറ്റാൻ വേണ്ടി നോക്കണമോ, ഈ കുരങ്ങനൊന്ന് തട്ടിയാലോ. ഭീമൻ കുരങ്ങനൊന്ന് തട്ടി ഒരു കൈയിട്ട്, പക്ഷെ പറ്റിയില്ല. അതുകൊണ്ടൊന്നും തള്ളി പറ്റിയില്ല. പിന്നെ തൻ്റെ ശക്തിയുള്ള കാലുകൾ കൊണ്ട് ഒറ്റ ചവിട്ടി പറ്റിയില്ല. അപ്പോൾ ഭീമന് മനസ്സിലായ ആ കുരങ്ങൻ തന്നെക്കാൾ ശക്തിശാലിയാണ്, എല്ലാവരും ഒരേ ശക്തിയുള്ളവരാണെന്ന് ഒക്കെ മനസ്സിലായി ഭീമന്. ഭീമൻ ആ കുരങ്ങനോട് മാപ്പ് ചോദിച്ചു. അപ്പോൾ ആ കുരങ്ങൻ ഹനുമാനായിട്ട് വന്നു. ഹനുമാൻ ഭീമനോട് പറഞ്ഞു, ഞാൻ നിന്റെ വലിയ ഏട്ടനാണ്, ഞാൻ നിനക്ക് ഈ പാഠം പഠിപ്പിക്കുകയാണ്. പ്രൗഡ്നെസ് കൂടരുത്. നീ ഈ പ്രൗഡ്നെസ് കൂടാതിരുന്നാൽ ഞാൻ നിനക്ക് ആ മനോഹര പുഷ്പത്തിൻ്റെ വഴി എങ്ങനെയാണെന്ന് കാട്ടിത്തരാം. ആ കുബേരൻ്റെ വീട്ടിലേക്കാണ്. ഭീമൻ പ്രൗഡാവാതിരിക്കാൻ വേണ്ടിയിട്ട് നോക്കി. ഭീമൻ അങ്ങനെ പ്രൗഡ്നെസ് ഒക്കെ മാറി ഭീമൻ വഴി കൂടെ ഇങ്ങനെ നടന്നു. വഴിക്കൂടെ ഭീമൻ നടക്കുന്ന സമയത്ത് കുറച്ച് രാക്ഷസന്മാരെ കണ്ടു. ഭീമൻ ആ രാക്ഷസന്മാരോട് പോരാടി രാക്ഷസന്മാരെ ഇങ്ങനെ ഇടിച്ചിട്ട് പുട്ടോ പിഷാ എന്നൊക്കെ പറഞ്ഞ് രാക്ഷസന്മാരെ ഇടിച്ചിട്ടു. ഇതൊക്കെ കണ്ട കുബേരൻ ആ പുഷ്പം ഭീമന് നൽകിയിട്ട് പറഞ്ഞു, ഈ പുഷ്പത്തിൻ്റെ പേര് കല്യാണ സൗഗന്ധ്യം എന്നാണ്. ഇതാണ് കല്യാണ സൗഗന്ധ്യം എന്ന് പറഞ്ഞ കഥ. അത് കഴിഞ്ഞാൽ എന്താ ചെയ്യുക? ഭീമൻ ദ്രൗപദിക്ക് ആ പൂക്കൾ സമ്മാനം കൊടുക്കും. അതിൻ്റെ മോറൽ എന്താണ്? പ്രൗഡാവാൻ പാടുകയില്ല. നിങ്ങളും ബൈ.